VS രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. രഞ്ജിത്ത്, ദുരന്തം നടന്നിപ്പോൾ മാസങ്ങളായി. സുനിൽ പറഞ്ഞതുപോലെ കേന്ദ്ര സഹായം എന്താകുമെന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതുവരെ പ്രത്യേകിച്ച് പാക്കേജ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ടും യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഈ ദുരന്ത നിവാരണ ഫണ്ടിന് പുറമെ യാതൊരു തുകയും ഇതുവരെ അനുവദിച്ചിട്ടുമില്ല എന്നതല്ലേ? വിനിത, വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമെന്ന് പറയുന്നത് കേരളം അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ള ദുരന്തമാണ്. ആ ദുരന്തത്തിൽ വി മുരളീധരൻ പറഞ്ഞതുപോലെയല്ല, ആ ദുരന്തത്തിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം മേപ്പാടി പഞ്ചായത്തിൽപ്പെട്ടിട്ടുള്ള 2 വാർഡുകൾ എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്, 2 ഗ്രാമങ്ങളാണ്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും 2 ഗ്രാമങ്ങൾ അപ്പാടെ ഒലിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ഒരു നാട് തന്നെയാണ് ഒലിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വ്യാപ്തി എന്താണ് എന്ന് ഒരു തരത്തിലുമുള്ള സംശയം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ ദുരന്തം നടന്ന സമയത്തുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം, ദുരന്തം നടന്ന സമയത്ത് കേരളം ഒറ്റക്കെട്ടായി മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ യുവജന സംഘടനകളും, ഈ പറയുന്ന BJPയുടെ യുവജന സംഘടനയാണെങ്കിലും CPMൻ്റെ യുവജന സംഘടനയാണെങ്കിലും ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം യുവജന സംഘടനകളാണെങ്കിലും സാമുദായിക സംഘടനകളാണെങ്കിലും എല്ലാം ഒറ്റക്കെട്ടായി ആ ദുരന്ത മുഖത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവിടെ മുഖ്യമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും ആ മന്ത്രി ഉപസമിതിയും മന്ത്രിതല ഉപസമിതിയും ഒക്കെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങോട്ടാണ് പ്രധാനമന്ത്രി വരുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടുകൂടി കേരളം കണ്ടു. പ്രധാനമന്ത്രിക്ക് മുമ്പിൽ വളരെ താഴ്മയായി അല്ലെങ്കിൽ വളരെ കൃത്യമായി എല്ലാ വിവരങ്ങളും അറിയിക്കാനും പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും കേരളത്തിലെ മന്ത്രിതല ഉപസമിതി വളരെ ആവേശം കാണിച്ചിരുന്നു. ആ ഭാഗത്ത് ഞാനും ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനും പറ്റി. മാത്രവുമല്ല, അദ്ദേഹം എല്ലായിടത്തും പോയി എന്നുള്ളതാണ്. ചൂരൽമലയിലെ ദുരന്തമുഖത്ത് പോയി, ആശുപത്രിയിൽ പോയി, പരിക്കേറ്റവരെ കണ്ടു, ക്യാമ്പിൽ പോയി, അവിടെയുള്ള ആളുകളെ കണ്ടു. അങ്ങനെ എല്ലാവരെയും കാണാനും എല്ലാവരോടും സംസാരിക്കാനും ഒക്കെ പ്രധാനമന്ത്രി കാണിച്ച ഒരു ശുഷ്കാന്തി ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ആ ദുരന്തമുഖത്തുണ്ടായിരുന്നവർക്കും കേരളത്തിലെ ഭരണാധികാരികൾക്കുമൊക്കെ വലിയ പ്രതീക്ഷ കൊടുത്തൊരു കാര്യമാണ്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളത്തിന് ഒരു പാക്കേജ് പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു. അവിടെ ആന്ധ്രയിൽ കണ്ടതുപോലെ, ഉത്തരാഖണ്ഡിൽ കണ്ടതുപോലെ, ബീഹാറിൽ കണ്ടതുപോലെ ചക്രവാത ചുഴിയുണ്ടായ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായ മേഖലകളിലുമൊക്കെ കേന്ദ്രത്തിൻ്റെ അകമഴിഞ്ഞ സഹായം കിട്ടിയതുപോലെ കേരളത്തിനും കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു സാങ്കേതിക തടസ്സവും ഉണ്ടാവില്ല എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു പോയി മാസങ്ങൾ കഴിയുമ്പോഴും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്രം ദുരന്ത നിവാരണ ഫണ്ടിൽ കേരളത്തിന് കൊടുക്കേണ്ട വിഹിതം അനുവദിച്ചു കൊടുത്ത് ആ വിഹിതമെടുത്ത് പെരുമാറിക്കൊള്ളൂ എന്നുള്ള ഒരു മറുപടിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതമായിട്ടുള്ള 782 കോടി രൂപ ദുരന്ത നിവാരണ ഫണ്ടിലുണ്ട്, ക്ഷമിക്കണം, SDRFൻ്റെ ഫണ്ടിലുണ്ട്. ആ ഫണ്ടെടുത്ത് പെരുമാറാനാണ് കോടതിയിൽ കേന്ദ്രം കേരളത്തോട് പറയുന്നത്. അതേ നിർദ്ദേശം ഹൈക്കോടതി ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കൊല്ലം കൊടുക്കേണ്ട 382 കോടിയിൽ 291 കോടിയായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ വിഹിതമല്ലാത്ത കേന്ദ്ര വിഹിതം ഇതിനകം കൊടുത്തിട്ടുണ്ട്. അതിന് മുൻപേ ഒരു 145 കോടി കൊടുത്തു. അതിന് മുൻപേ ഈ ഫണ്ടിൽ ബാക്കിയുള്ള തുക എല്ലാം കൂടി ചേർത്താണ് 782 കോടി രൂപ ദുരന്ത നിവാരണ ഫണ്ടിലുണ്ട്. അത് ചെലവാക്കിക്കോളൂ എന്നുള്ളൊരു മറുപടി ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പക്ഷേ കേരളം അതല്ല പ്രതീക്ഷിച്ചത്. കേരളം വയനാടിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജാണ് പ്രതീക്ഷിച്ചത്. അത് 1500 കോടി രൂപയെങ്കിലും വരുന്ന എല്ലാ കുടുംബങ്ങൾക്കും സഹായം എത്തിക്കാൻ പറ്റുന്ന, അവിടുത്തെ ആളുകൾക്ക് പുനരധിവാസവും ഉപജീവനവും ഒക്കെ നൽകാൻ സാധിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഉദ്ദേശിച്ചത്. ഒരു ഗ്രാമം നശിച്ചുപോയി, ആ ഗ്രാമം പുനർജീവൻ നൽകാനുള്ള, അതേപടി അത് റിട്രൈവ് ചെയ്യാനുള്ളൊരു പദ്ധതിയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അതുണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിന്റെ ഭാഗത്തുനിന്നുള്ള പരാതി എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ കനിയുമോ എന്നത് തന്നെയാണ് ചോദ്യം. പക്ഷേ അതേസമയം സംസ്ഥാന സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോ എന്നൊരു ചോദ്യമുണ്ട്.